എന്തിനാണ് സമസ്ത എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ തുടങ്ങിയതൊന്നല്ല. പിന്നെ എന്തുണ്ടാവും? അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ കല്യാണം നടത്തുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരു മോൻ ചിലപ്പോൾ അതിനെതിരായി വരും. ചിലപ്പോൾ കല്യാണം മോശമാക്കാൻ പറ്റുമല്ലോ, സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായപ്പോൾ നബുവത്ത് കിട്ടി. ലോകത്തെല്ലാവരും അറിയുന്ന കാര്യമല്ലേ. നബുവത്ത് കിട്ടുന്നവരെ തങ്ങളെന്താ അല്ലമീനാണ്. എല്ലാ അമ്പിയാക്കന്മാരും പാപമുക്തരാണ്. നബുവത്തിൻ്റെ മുമ്പും ശേഷവും ഒക്കെ തന്നെ മാസൂമിങ്ങളാണ്. എല്ലാവരും അമീനുകളാണ്, അമാനത്തുള്ളവരാണെങ്കിലും റസൂലുള്ളാഹിക്ക് പേര് തന്നെ എന്തായി മാറി? മുഹമ്മദ് എന്നാരും വിളിക്കല്ലേ, അല്ലമീൻ വരുന്നു എന്നാ പറയാ. ആ നബുവത്ത് കിട്ടി. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബുവത്ത് കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയാക്കി നിയോഗിച്ച്. നബി തങ്ങൾ അതുവരെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ. കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ എന്തായി? എതിര് വന്നു. എന്തൊക്കെ സംഭവിച്ചു? അവസാനം എല്ലാം മടങ്ങിയൊക്കെ ആയില്ലേ. എന്ന മാതിരി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ് ഇവിടെ നിർവഹിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്ത കാര്യം പറയല്ല. ഇപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയൊക്കെ ഖുർആനിൽ പലവട്ടം പറയുമ്പോൾ ചിലർക്ക് തോന്നുന്നത് പിന്നെ പറഞ്ഞ് കഴിഞ്ഞ സുഹൃത്ത് പറഞ്ഞില്ലേ എന്നൊക്കെ തോന്നൂലേ. അപ്പോൾ ഹക്കായിരിക്കുന്ന കാര്യം മനസ്സിൽ നല്ലവണ്ണം ഉറച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയേണ്ടി വരും എന്നൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. ഞാനും എൻ്റെ സ്വഹാബാക്കളും ഏത് വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിലകൊള്ളുന്നുവോ അത് സ്വീകരിച്ച് മുന്നോട്ട് ഖിയാമത്ത് നാൾ വരെ പോകുന്നവരാണ്. അപ്പോൾ നബിയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിത രീതി വിശ്വാസപരമായി നിൽക്കും, കർമ്മപരമായി നിൽക്കും. മറ്റുള്ള മൗനാനുവാദം അങ്ങനല്ലോ, മൗനാനുവാദം ഉണ്ടല്ലോ. ഇപ്പോൾ റസൂലുള്ളാഹി എല്ലാവർക്കും അറിയാമല്ലോ. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ച് സംശയമുള്ള വ്യക്തമായി വിധി കിട്ടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ, നിബിധങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഇസ്ലാം ശരീഅത്ത് എന്ത് പറയുന്നു? അത് അനുവാദമാണ്. നിബിധങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും അതിൽ കൂടി മനസ്സിലാകുന്ന വിശ്വാസങ്ങളും ഇതെല്ലാം സഹാബത്ത് നബിയും സഹാബത്തും ഇവിടെ വരച്ച് കാണിച്ചു തന്ന, ജീവിച്ച് കാണിച്ചു തന്ന ഈ ആശയം, ആ ആശയത്തിൽ ജീവിക്കുന്നവരാണ് രക്ഷയുടെ പാർട്ടി എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആർക്കും തർക്കമില്ല. സഹാബത്തിന്റെ അതേ ജീവിതത്തിൽ തന്നെയാണോ അവസ്ഥക്കുള്ളത്? സംശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് തീർക്കാണ് വേണ്ടത്. എന്ത് ചെയ്യരുത്? വാഹിറിൽ ഞാൻ സമസ്ത എന്ന് പറയാ, അല്ലെ എസ്കേസഭ എന്നറിയാ, അപ്പുറം പോയിട്ട് പിന്നെ വേറെ ചെയ്യാൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ നിൽക്കണം. മനസ്സ വാച കർമ്മണ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അല്ല ഞാനൊരു കാപട്യമാണല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം ഇവിടെ നടപ്പിലാക്കാൻ തന്നെ എല്ലാവർക്കും അല്ല, മുസ്ലിമായവർക്ക് മാത്രം. നമുക്ക് മതേതര രാഷ്ട്രമാണല്ലോ, മുസ്ലിമീങ്ങൾക്ക് അതിന്റെ കാര്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. ആ നിലക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ? ആ അമാനത്ത്. ഏത് അമാനത്ത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാകുന്ന സുന്നത്ത് ജമാഅത്താകുന്ന അമാനത്ത് റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് തുടങ്ങിയതാണ്, സമസ്ത ഉണ്ടാക്കിയതല്ല. അത് അടിവരയിട്ട് വ്യക്തമായ നിലക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഇന്ന് വരെ 99 കൊല്ലത്തോളം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി 100 തികയുകയാണ്, സെഞ്ചുറി വരാൻ പോവുകയാണ്. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യണം? അതിൻ്റെ എസ്എഫിന്റെ പ്രവർത്തകന്മാരും എല്ലാ സമഫാണെങ്കിലും എല്ലാ കീഴ്ഘടകങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തിനെ പറ്റി വേണ്ട പോലെ പഠിച്ച് അതിൽ എന്തില്ല, ആർക്കും ഒരു പ്രശ്നമുള്ള പരിപാടിയില്ല, ഒരു വിഭാഗീയതല്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് സമസ്തന്റെ ആശയം. അത് മനസ്സിലാക്കിയിട്ട് ഉള്ളിലൊന്ന് വേറെയും പുറത്തൊന്ന് വേറെയും ആവാതെ സമസ്തന്റെ പിന്നിൽ, സമസ്ത ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിന്റെ പിന്നിൽ, അതിന് കീഴ്ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട എസ്കേസഫിന്റെ പ്രവർത്തനത്തിന്റെ ഒക്കെ പിന്നിൽ ഇനി ആരൊക്കെ ഉണ്ടോ കീഴ്ഘടക സമഫായാലും ആരായാലും അങ്ങനെ നിൽക്കേണ്ടത്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് 100 നമ്മളെ ആത്മീയമായ സ്വന്തം നിലക്കുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം 100 വാർഷികം വരുന്നത് കൊണ്ട് അതിന് സജീവമായി ആരെയും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളാരെങ്കിലും വേദനിപ്പിക്കാൻ വരികയാണെങ്കിലോ നബിതങ്ങൾ ഒരുപാട് വേദനിച്ചില്ല. കുടൽമാല കൗത്തിലിട്ടിട്ടില്ല, കാലിന് കല്ലെറിഞ്ഞില്ലേ എന്നൊക്കെ നമുക്കറിയില്ലേ. ആരെന്ത് പറഞ്ഞാലും എന്ത് എതിർത്താലും ഞങ്ങൾക്കത് വിഷയമല്ല, ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണെന്നുള്ള ഉറപ്പോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.
അതിന് മുമ്പിൽ നിൽക്കുന്ന ഉലമാക്കൾ സാദാത്യങ്ങൾക്കൊക്കെ നല്ല മനക്കരുത്തോടുകൂടി ഒന്നിലും ബേജാറ് വരാതെ ടെൻഷൻ വരാതെ ആളെമ്പാടും മറ്റോടത്തുണ്ടെങ്കിലോ എതിരാളികൾക്ക് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, സാമ്പത്തികമായ നേട്ടം ഉണ്ടായിന്ന് വരും, അധികാരം ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. നമുക്കതൊന്നും ലക്ഷ്യമല്ല. അല്ലാഹു തആലാനെ പൊരുത്തം കിട്ടാൻ വേണ്ടി, റസൂലുള്ളാഹിനുള്ള ബന്ധം സജീവമാവാൻ വേണ്ടി നല്ല നിയ്യത്തോടുകൂടി ഉള്ളും പുറവും വരെ നിലക്ക് നമ്മളൊക്കെ തന്നെ അങ്ങനെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു അതിനുള്ള എല്ലാ തൗഫീഖും നൽകട്ടെ. ഉസ്താദ്മാർക്ക് വേണ്ടത് എല്ലാ നിലക്കുള്ള ആഫിയത്തും തൗഫീഖും ദീർഘായുസ്സും അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും.